നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ആയുസെത്തി എന്തായാലും മരിക്കുന്നതിനൊക്കെ മുമ്പ് ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ തലയിൽ എഴുതി വിട്ടിരിക്കുന്നതാണ്. ഈ തലയിൽ എഴുതി വിട്ടുന്നത് എന്തോത്ര സ്ഥലം പോകും, ബാക്കി മുടിയൊക്കെ പിന്നെ എവിടെയാണ് ഉണ്ടാകുന്നത്. തലയിൽ എഴുതി വിട്ടിരിക്കുന്നൊക്കെ പറയാൻ നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടി, അതായത് വീണ്ടും നമ്മൾ നിരാശരായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറേ വാക്കുകൾ മാത്രമാണ്. പലപ്പോഴും പല മതവിശ്വാസങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആയുസെത്തി, അതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് തലയിലെഴുത്താണ്. അത് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ അതോർത്ത് നിരാശരായിരിക്കാതെ നമ്മൾ റിഗ്രറ്റോടു കൂടി ജീവിക്കാതിരിക്കാൻ വീണ്ടും നമ്മൾ പ്രവർത്തനത്തിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ തലയിലെഴുത്താണെന്നും പല ആൾക്കാരും പറയാറില്ലേ, നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ലൈഫിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പല ആൾക്കാരും പറയുന്നത് എന്താണ്, അതൊക്കെ തലയിലെഴുത്താണ്, അതൊക്കെ സമയത്ത് സംഭവിക്കാനുള്ളത് സംഭവിച്ചോളൂ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ലെവലിലേക്ക് മുകളിലേക്ക് വളർന്നിട്ടുള്ള ഹയർ ലെവലിലേക്ക് വളർന്നിട്ടുള്ളവരൊക്കെ അവരെ തന്നെ ഉയർത്താനായിട്ടുള്ള മെക്കാനിസംസ് അതിലാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഈ ഫ്ലോ സ്റ്റേറ്റ്, അത് രാവിലെ മുതൽ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം അങ്ങനെ ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഹയർ ലെവലിലുള്ള ആൾക്കാരൊക്കെ അവർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠനങ്ങളൊക്കെയാണ് അവർ നടത്തിക്കുന്നത്. അതായത് നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു, 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇൻവോൾവ് ചെയ്താൽ പോലും നമുക്ക് 10 മിനിറ്റ് പോലും ആയെന്ന് തോന്നാത്ത ലെവലിൽ നമ്മുടെ ബ്രെയിനിനെ ഒരു ദിവസം എത്ര പ്രാവശ്യം ആക്കാൻ പറ്റുന്നോ അത്രയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത്ര ഇരട്ടിയാവും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും അല്ല നമ്മുടെ ശരിക്കുള്ള പ്രൊഡക്ടിവിറ്റി. നമ്മൾ പലരും അണ്ടർ പെർഫോമിങ്ങാണ്, വളരെ അണ്ടർ പെർഫോമിങ്ങാണ്. കാരണം നമ്മളിതൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പുറേ ഉള്ളത് മാത്രം ജീവിക്കുന്നവർ തന്നെ നമ്മൾ അവരെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം പലപ്പോഴും പോകുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഒരു ലെവലിലെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആവണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചിന്ത ഉണ്ടാവണം, ആ എക്സ്ട്രാ എഫേർട്ട് ഉണ്ടാവണം, ആ എക്സ്ട്രാ ഡെഡിക്കേഷൻ ഉണ്ടാവണം. നമ്മളെല്ലാ കാര്യത്തിലും, നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും എക്സ്ട്രാ കെയർ ഉണ്ടാവേണ്ടി വരും. കാരണം നമ്മുടെ ഈ സോൾ നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നത് നമ്മുടെ ശരീരത്തെ അവയവങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരാളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പെർഫോമൻസ് ഏറ്റവും നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിളായിട്ട് ജീവിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പീക്ക് പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽത്തിൽ വളരെ കോൺഷ്യസ് ആയിരിക്കുക, നമ്മുടെ ചിന്തകളിൽ വളരെ കോൺഷ്യസ് ആയിരിക്കുക, നമ്മൾ കൊടുക്കുന്ന ബ്രെയിൻ ഫുഡിൽ വളരെ കോൺഷ്യസ് ആയിരിക്കുക, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കോൺഷ്യസ് ആയിരിക്കുക, വളരെ ചൂസി ആയിരിക്കുക. നമ്മുടെ സർക്കിൾ വളരെ ചൂസി ആയിരിക്കണം. നമ്മുടെ ബ്രെയിനൊരു ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനറിയാൻ മേല ഇതിനകത്ത് ഏതാ ശരി തെറ്റ്, നല്ലത് ഏതാ ചീത്ത ഏതാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. പുള്ളി എവിടെ കൊണ്ടിരുത്തിയാലും വരും. സ്വർണ്ണക്കട കൊണ്ടിരുത്തിയാൽ സ്വർണം വരും, ഈ മുനിസിപ്പാലിറ്റിയുടെ ചവറ് വരുന്നിടത്ത് കൊണ്ടിരുത്താൽ അത് കയറി വരും. അതായത് നമ്മുടെ ബ്രെയിൻ എവിടെ കൊണ്ട് വെക്കണം എന്നുള്ള കാര്യം നമ്മൾ മാത്രം കോൺഷ്യസ് ആയിട്ട് തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ കാര്യം നമുക്ക് കോൺഷ്യസ് ആയിട്ട് തീരുമാനിക്കാം. ആ കാര്യം നമ്മൾ കോൺഷ്യസ് ആയിട്ട് തീരുമാനിച്ചാൽ എന്ത് കേൾക്കുന്നു, നമ്മുടെ ഉള്ളിലേക്ക് എന്ത് പോകുന്നു, ബ്രെയിനിന് കൊടുക്കുന്ന ഫുഡ് ഏറ്റവും ക്വാളിറ്റി ഫുഡ് കൊടുക്കുക, സക്സസ്സിനെക്കുറിച്ചും വിജയത്തിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുക.